ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതേ വളരെ ആശങ്കാജനകമായ ഒരു വിഷയമാണ് കേട്ടോ. ഒത്തിരി അമ്മമാർ, അതായത് എനിക്കൊണ്ട് 30 വയസ്സ് തുടങ്ങി ഒരു 65 വയസ്സ് വരെയുള്ള അമ്മമാർ എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ട്. അപ്പോൾ അമ്മമാരൊന്ന് അറിഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹ ഫംഗ്ഷന് വേണ്ടിയിട്ട് 2 പ്രമുഖ കോളേജുകൾ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ഓട്ടോ വിളിച്ചു. അപ്പോൾ ഓട്ടോയിൽ ചേട്ടൻ ഇങ്ങനെ ഈ കോളേജിനെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പഠിച്ച കോളേജ് കൂടി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം കേട്ടിട്ട് നമുക്ക് അറിയാവുന്നതാണ്, എങ്കിലും കുറച്ചും കൂടി മനസ്സ് വിഷമിക്കേണ്ടി വന്നു. അദ്ദേഹം പറയുന്നത് നമ്മുടെ ആൺകുട്ടികളല്ല, പെൺകുട്ടികളാണ് അപകടകാരികൾ. ഒരു നേരത്തെ നല്ല ഫുഡിന് വേണ്ടി, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല ജോഡി ഡ്രസ്സിന് വേണ്ടി, ഫോൺ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ എന്ത് കോംപ്രമൈസിനും തയ്യാറാവുന്ന പെൺകുട്ടികളാണ്. അവർ ക്ലാസ് കട്ട് ചെയ്ത് അല്ലാതെയും അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പാലത്തിൻ്റെ അടിയിൽ ഓരോ ദിവസവും അവർ കാണുന്ന കാഴ്ച ആ ചേട്ടൻ പങ്കുവെച്ചപ്പോൾ ഒത്തിരി സങ്കടം തോന്നി കേട്ടോ. എനിക്ക് അമ്മമാരോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മക്കളോ ആരെങ്കിലും കോളേജുകളിലോ സ്കൂളിലോ പോകുന്നില്ല. ഇപ്പോൾ സ്കൂളിലെ കുട്ടികളെയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു തെറ്റ് ചെയ്താൽ അധ്യാപകർക്ക് ഒന്ന് തൊടാനോ ഒന്ന് ശാസിക്കാനോ ഒന്ന് ശിക്ഷിക്കാനോ ഒന്നും പറ്റാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ അത് കേസായി കൂട്ടെ. അപ്പോൾ എന്താണ്, നമ്മുടെ അധ്യാപകരും നമ്മുടെ കുട്ടികളെ നോക്കുന്നവരൊക്കെ ഒന്നും ഒരു കാര്യത്തിലും ശാസിക്കുന്നില്ല, അവരെ തിരുത്തുന്നില്ല, ഒന്നുമില്ല. കാരണം അവർക്ക് അവരുടെ സ്ഥാപനം നിന്ന് പോയാൽ മതി, അവർക്ക് അവരുടെ സ്ഥാപനത്തിന് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി. തിരുത്താൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ കേസായി പിന്നെ കോടതി കയറി ഇറങ്ങിയെടുക്കേണ്ട ഒരവസ്ഥയാണ്. നല്ലോണം പറഞ്ഞാലും വെല്ലോണം പറഞ്ഞാലും കേൾക്കാത്ത നമ്മുടെ മക്കൾ ഇപ്പോഴത്തെ തലമുറയിലെ മക്കളാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം, നമ്മുടെ അമ്മമാരെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ ആരെങ്കിലും ഈ കോളേജുകളിലോ സ്കൂളിലോ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർ നിരീക്ഷിക്കുന്നത് നല്ലതാണ്. അവരുടെ പോക്ക് എങ്ങോട്ടാണ്, അവർ ക്ലാസ്സിൽ പോകുന്നുണ്ടോ, നിരന്തരം സ്കൂൾ അധികൃതരുമായിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെടുന്നത് നല്ലതാണ്. സ്കൂളിലെ നമ്മുടെ അധ്യാപകരായിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ എപ്പോഴും നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ കുട്ടികൾക്ക് ഇതൊരു ചെറിയൊരു പേടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ പോകുന്ന വഴി, നമ്മുടെ മക്കളുടെ ഇപ്പോഴത്തെ പോക്ക്, ഭാവി, ഇതെല്ലാം വളരെ അപകടകരമായ രീതിയിലാണ്. ഈ ഒരു ആശങ്ക നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ അമ്മമാരിത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഇടാം. കാരണം ആ അഭിപ്രായങ്ങൾ പലരും വായിക്കുമ്പോൾ ഓരോ എന്താ പറയുക ആശയങ്ങൾ, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു അറിവ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം ഇടാം. അതുപോലെ തന്നെ ഞാൻ അമ്മമാരോട് ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ മക്കളുടെ ഭാവി ഇനി സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലുള്ളവരുടെയൊക്കെ ഉള്ളിലുള്ള അധികൃതരുടെ എല്ലാം നമ്മുടെ കയ്യിലാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം കേട്ടോ. ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.